എല്ലാവർക്കും സനൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സനൂസ് അക്കാഡമിയിൽ ഒരു MCQ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു UGC നെറ്റ് JRFന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ അടിച്ചു മാറ്റിയതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: Which among the following are the specific articles of the Indian Constitution providing for the promotion of people's welfare within the overall framework of social justice? Options: A. Article 19 and 24. Option B. Article 38 and 46. Option C. Article 39 and 332. Option D. Article 40 and 45. Okay, അപ്പോൾ ഈ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ചോദ്യം എന്നുള്ളത് കൃത്യം. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ആർട്ടിക്കിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ ദ പ്രൊമോഷൻ ഓഫ് പീപ്പിൾസ് വെൽഫെയർ. അത് എന്തിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ വരണം? സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൻ്റെ ഫ്രെയിംവർക്കിനുള്ളിൽ വരണം. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സോഷ്യൽ ജസ്റ്റിസ്, അതിൻ്റെ ഫ്രെയിംവർക്കിൽ വരണുണ്ടോ ഈ ആർട്ടിക്കിൾസ് നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് സോഷ്യൽ ജസ്റ്റിസ് എന്താണെന്ന് നോക്കാം. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നത് ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും എന്തുണ്ട്? ഈക്വൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ആയിട്ടുള്ള റൈറ്റ്സ് നമ്മൾക്കുണ്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സോഷ്യൽ ഉണ്ടാകണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിലോട്ട് ഈ ആർട്ടിക്കിൾസ് വരുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോഷ്യൽ ജസ്റ്റിസിൻ്റെ എന്താ പറയുക, തിയററ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റിലോട്ട് അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. ഇനി അതിൻ്റെ ഉള്ളിൽ ഈ ആർട്ടിക്കിൾസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആർട്ടിക്കിൾ 19 ഉം 24 ആണ്. ആർട്ടിക്കിൾ 19 പറയുന്നു ഫ്രീഡം ഓഫ് സ്പീച്ച്. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ എന്തിനുള്ള അവകാശമുണ്ട്? നമ്മൾക്ക് സംസാരിക്കാനുള്ള, നമ്മുടെ അഭിപ്രായം പറയാനുള്ള അവകാശം നമ്മൾക്കുണ്ട്. നമ്മൾക്കൊരു എന്താ പറയുക, പൊതുസ്ഥലത്ത് നമ്മൾക്ക് മൈക്കിലൂടെ പറയാം, അല്ലെ? നമ്മൾക്ക് മൈക്കിലൂടെ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാധ്യമങ്ങളിലൂടെ പറയാം. പല രീതിയിൽ നമ്മൾക്ക് എന്തുണ്ട്? പറയാനുള്ള അവകാശമുണ്ട്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ 19 പറയുന്നത്. എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 24 പറയുന്നു പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ്. ഫാക്ടറിയിൽ കുട്ടികളെ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് വരുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഒരു സംസാരത്തിനുള്ള ഒരു അവകാശത്തിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ കുട്ടികളുടെ എന്താ പറയാ, എംപ്ലോയ്മെന്റിനെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതും. അപ്പൊ ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു ഹോൾ ഫ്രെയിംവർക്കിന്റെ ഉള്ളിലേക്ക് അത് വരുന്നില്ല. അപ്പം നമ്മൾക്ക് അടുത്തത് നോക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞത് 19 ഉം 24 ഉം നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഇനി പറയാൻ പോകുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. അതായത് സ്റ്റേറ്റിന് എന്തെങ്കിലും പ്രോഗ്രാംസും പോളിസീസും ഒക്കെ എടുക്കുമ്പോൾ ഈ പ്രിൻസിപ്പിൾസിനെ മൈൻഡിൽ വെച്ചിട്ട് വേണം അങ്ങനെ ഒരു എന്താ പറയുക പ്രോഗ്രാംസും പോളിസീസും ഒക്കെ ഉണ്ടാക്കാനായിട്ട്. ഇപ്പം എന്താണ് ആർട്ടിക്കിൾ 38 നോക്കാം. ആർട്ടിക്കിൾ 38 സ്റ്റേറ്റ് ടു സെക്യൂർ എ സോഷ്യൽ ഓർഡർ ഫോർ ദ പ്രൊമോഷൻ ഓഫ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ പ്രൊമോഷൻ ഓഫ് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓൾറെഡി വന്നേ. ഇനി അത് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഫ്രെയിംവർക്കിന് ഉള്ളിൽ വരുമെന്ന് നോക്കാം. അപ്പോൾ ഈ ആർട്ടിക്കിളിൽ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ ഓർഡർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ജനങ്ങളിലേക്ക് സോഷ്യൽ ജസ്റ്റിസ് എത്തിക്കുക എന്നുള്ളതാണ്. സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും ഈ പറയുന്ന സോഷ്യൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്, ഇക്കണോമിക് റൈറ്റ്സ് ഉണ്ട്, അത് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 38. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇന്നീക്വാലിറ്റീസിനെ മിനിമൈസ് ചെയ്യണം. ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്നീക്വാലിറ്റീസ് ഉണ്ട് എന്നുള്ളത് സമൂഹത്തിൽ. അപ്പൊ ആ ഇന്നീക്വാലിറ്റീസിനെ മിനിമൈസ് ചെയ്യണം എന്നും പറയുന്നുണ്ട് ആർട്ടിക്കിൾ 38. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്തിലോട്ട് വന്നു? ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഫ്രെയിംവർക്കിനുള്ളിലേക്ക് വന്നു. ഇനി ആർട്ടിക്കിൾ 46 ആണ് അടുത്തത്. അപ്പൊ അതിൽ പറയുന്നു പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ്. ഇതിൽ പറയുന്നുണ്ട് ഇവരുടെ എഡ്യൂക്കേഷനും ഇക്കണോമിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണം. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, പ്രൊട്ടക്ട് ദം ഫ്രം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഓൾ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പോൾ സോഷ്യൽ ഇൻജസ്റ്റിസിൽ നിന്നും അവരെ രക്ഷിക്കണം എന്നും പറയുന്നത്, സോഷ്യൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യണം എന്നും പറയുന്നുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടരുതെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടി അവർ മുന്നോട്ട് വരണം എന്നാണ് അതിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ
ഈ ആർട്ടിക്കിൾ 46ഉം 38ഉം എന്തിൽ വരുന്നു? സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിന്റെ ഫ്രെയിംവർക്കിനുള്ളിൽ വരുന്ന രണ്ട് ആർട്ടിക്കിളാണ് 38ഉം 46ഉം. അപ്പൊ ഇതായിരിക്കണം ഉത്തരം. ബാക്കി രണ്ട് ഓപ്ഷൻ കൂടെ ഒന്ന് നോക്കിയേക്കാം. ആർട്ടിക്കിൾ 39 പറയുന്നത് ഇക്കണോമിക് ജസ്റ്റിസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അത്തരം കോൺസെപ്റ്റുകൾ ഇക്കണോമിക് ജസ്റ്റിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആർട്ടിക്കിൾ 39 വരുന്നത്. ആർട്ടിക്കിൾ 332 പറയുന്നത് റിസർവേഷൻ ആണ്. അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദി സ്റ്റേറ്റ്സിൽ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും റിസർവേഷൻ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് 332. അപ്പൊ അത് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ റൈറ്റിന്റെ കാര്യം പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അത് എല്ലാ ഒരു എന്താ പറയുക സോഷ്യൽ ജസ്റ്റിസിന്റെ എല്ലാ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ വരണില്ല എന്ന് നമുക്ക് കരുതാം. ഓക്കെ, അടുത്തത് ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ് ആണ്. അപ്പൊ അത് ഇതിൽ വരണില്ല. 45 പ്രൊവിഷൻ ഫോർ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 6 years. അപ്പൊ ഇത് രണ്ടും എന്തിൽ വരണില്ല? ഈ പറയുന്ന സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു വെൽഫെയറിന്റെ കാര്യത്തിലോട്ടൊന്നും എന്ത് വരണില്ല? ഈ രണ്ട് കാര്യങ്ങളും വരണില്ല. വെൽഫെയർ ഈസ് ഓൾവേസ് ദെയർ, പക്ഷെ എന്നാലും ഈ പറയുന്ന ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഉള്ളിലോട്ട് വരാത്തത് കൊണ്ട് ഇതുമല്ല നമ്മളുടെ ആൻസർ. സോ ദ ആൻസർ ഈസ് ബി. ഓക്കെ, സോ താങ്ക് യു.